വെൽക്കം. ഷാർട്ട് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മൈ നെയിം ഈസ് സച്ചിൻ. സോ ഐ വിൽ ബി ടീച്ചിങ് CSAT. ഓക്കെ, സോ കഴിഞ്ഞ കുറേ ക്ലാസ്സിൽ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ഈസ് വി ഡിസ്കസ്ഡ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ചെറിയൊരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ ഐ ഡിസ്കസ്ഡ് എ സ്മോൾ കൺസെപ്റ്റ് അബൌട്ട് ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ, ഫ്രാക്ഷൻ ഡിവിഷൻ, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യണം, രണ്ട് നമ്പറിലും ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബോത്ത് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ ടോപ്പിക് കോൾഡ് ഡിവിസിബിലിറ്റി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡിവിസിബിലിറ്റി. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഡിവിസിബിലിറ്റി. ഓക്കെ, യെസ്, എന്താണ് ഡിവിസിബിലിറ്റി? അതായത് ഒരു നമ്പർ തന്നിട്ട് ചോദിക്കുന്നു, ഫോർ എക്സാമ്പിൾ 105 തന്നിട്ട് ചോദിക്കുന്നു, ഈ നമ്പറിനെ എനിക്ക് 15 വെച്ച് ഡിവിസിബിൾ ആണോ, 15 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 കിട്ടണം. വാട്ട് യു മീൻ ബൈ ഡിവിസിബിലിറ്റി? ഞാൻ പറയുന്നു, ഇഫ് എ ഈസ് ഡിവിസിബിൾ ബൈ ബി, എ ഈസ് ഡിവിസിബിൾ ബൈ ബി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? എയെ ഞാൻ ബി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ 0 കിട്ടണം. അതാണ് ഡിവിസിബിലിറ്റി. ഓക്കെ, വാട്ട് ഈസ് ഡിവിസിബിലിറ്റി? ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എ എന്ന് പറയുന്ന നമ്പറിനെ ബി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ 0 കിട്ടിയാൽ ഐ ക്യാൻ സേ ദാറ്റ് എ ഈസ് ഡിവിസിബിൾ ബൈ ബി. എ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ ബി ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിവിസിബിലിറ്റി ഓഫ് 2, 3, 4, 5, 6, 7, 8, 9, 11, 10 പറയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പോകുമ്പോൾ പറയാം. ഞാനതെന്തായാലും 12, 13, യെസ്, ഇത്രയും നമ്പേഴ്സ് മതി നമുക്ക്. ഓക്കെ, ഇതിൽ 7 and 13 നമ്മൾ ലാസ്റ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, 7 and 13 ആദ്യം നമ്മൾ എല്ലാം പറയും എക്സെപ്റ്റ് 7 and 13. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് 2ലേക്ക് പോകാം. ഡിവിസിബിലിറ്റി ഓഫ് 2. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിവിസിബിലിറ്റി ഓഫ് 2. ഡിവിസിബിലിറ്റി ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണ്. ഇനി എങ്ങനെ ഈവൻ ആണെന്ന് അറിയും അല്ലേ? അടുത്ത ചോദ്യം. അതായത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0, 2, 4, 6 or 8. ഓക്കെ, ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0, 2, 4, 6 or 8 ആണെങ്കിൽ അതിനർത്ഥം ആ നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ 728 2 വെച്ച് ഡിവിസിബിൾ ആണോ? ആണ്. കാരണം ഈ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ് അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് 8 ആണെങ്കിൽ ആ നമ്പർ എന്ത് വെച്ച് ഡിവിസിബിൾ ആണ്? 2 വെച്ച് ഡിവിസിബിൾ ആണ്. യൂണിറ്റ് നമ്പർ 8 ആണ്, സോ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്, therefore that number is divisible by 2. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഡിവിസിബിലിറ്റി ഓഫ് 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിവിസിബിലിറ്റി ഓഫ് 3. ഓക്കെ, വി ആർ ഗോയിങ് വിത്ത് ഡിവിസിബിലിറ്റി ഓഫ് 3. ഡിവിസിബിലിറ്റി ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ തരും. ഓക്കെ, ഇപ്പം നമ്മളോട് ചോദിക്കുന്നു, ഈ നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന്. ഇരുന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഈ നമ്പർ? ചെയ്യാം, ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു 1.5 മിനിറ്റ് എടുത്ത് ചെയ്യണമെന്ന് മാത്രം അല്ലേ. 1.5 മിനിറ്റ് എടുത്ത് നമ്മൾ ചെയ്ത് ആൻസറൊക്കെ എത്തും. ചിലപ്പോൾ ഡിവിസിബിൾ ആണെന്ന് കിട്ടും, ചിലപ്പോൾ അല്ലെങ്കിൽ അല്ലാന്ന് കിട്ടും. ഈ ഡിവൈഡ് ചെയ്യാതെ എങ്ങനെ കണ്ടെത്താം? അതാണ് നമ്മൾ പഠിക്കുന്നത്. ഡിവൈഡ് ചെയ്യാതെ ഒരു നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡിജിറ്റ്സിൻ്റെ എല്ലാം കൂടെ സം എടുക്കുക. എന്തെടുക്കണം? സം ഓഫ് ഡിജിറ്റ്സ്. സം ഓഫ് ഡിജിറ്റ്സ്, ഡിജിറ്റിൻ്റെ സം എടുക്കുന്നു. ദാറ്റ് ഈസ് 1 + 5 + 8 + 3 + 7 + 6 + 0 + 1. ഈ ഡിജിറ്റിൻ്റെ സമ്മ് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ്? ദ ഹോൾ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിജിറ്റിൻ്റെ സം എടുക്കുന്നു. If the sum of digits is a multiple of 3, 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിജിറ്റിൻ്റെ സം എടുത്തപ്പോൾ എനിക്ക് 18 കിട്ടി.
അല്ലേ? 18 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3 6 ആർ 18. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ആ നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കുമെന്ന് പറയാം. ഇവിടെ നമുക്ക് സം എടുത്ത് നോക്കിയാലോ. 1 + 5 6, 14, 17, 17 + 7 24, 26, 27. ഡിജിറ്റിൻ്റെ സമ്മ് 27 കിട്ടി. 27 3യുടെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 3യുടെ മൾട്ടിപ്പിൾ ആണ്. കാരണം നമുക്കറിയാം 3 × 9 ആണ് 27. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് നമ്മൾ 10ൻ്റെ വരെയെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം എപ്പോഴും. ഓക്കെ, നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കാൽക്കുലേഷനൊക്കെ ഈ ടേബിൾ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അറ്റ്ലീസ്റ്റ് 10 വരെയെങ്കിലും അറിഞ്ഞിരിക്കുക. 20 വരെ അറിയാമെങ്കിൽ അത്രയും ബെറ്ററാണ്. 15 വരെ അറിയാമെങ്കിലും അത്രയും നല്ലതാണ്. നമുക്ക് കാൽക്കുലേഷൻസിന് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഓഫ് സെർട്ടൈൻ നമ്പേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻ, അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹിയർ 27 3 × 9, therefore I can say that 1583761 is divisible by 3. ഡിവിസിബിൾ ബൈ 3 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതിനി വെരിഫൈ ചെയ്യണോ? നോർമൽ ഡിവിഷൻ നമുക്ക് ചെയ്ത് നോക്കാം. 1 5 8 3 7 6 0 1. 3 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 3 5s are 15. ഇനി ഞാൻ 8 താത്തിറക്കി. 3 2s are 6. ഞാൻ 2 3 താഴെ കൊണ്ടുവന്നു. 3 7s are 21. 1 7 ഞാൻ താഴെ കൊണ്ടുവന്നു. 3 5s are 15. 26. ഞാൻ എന്ത് ചെയ്തു? 8s are 24. 6 ആണ് താഴെ കൊണ്ടുവന്നത്. അടുത്തത് ഞാൻ 0 താഴെ കൊണ്ടുവരും. ഇവിടെ എനിക്ക് 2 കിട്ടും. അഗെയിൻ 6 are 18. 2 ഞാൻ എന്ത് ചെയ്തു? 1നെ താഴെ കൊണ്ടുവന്നു. 3 7s are 21. 0. എനിക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 0 കിട്ടി അല്ലേ? Upon dividing the given number by 3, I got remainder 0. That means the given number is divisible by 3. അല്ലേ? I can say that 1583761 is a multiple of 3 or it is divisible by 3. So എങ്ങനെയാണ് divisibility of 3 ചെക്ക് ചെയ്യുന്നത്? Take the sum of digits. If the sum of digits എന്താണ്? is a multiple of 3, then I can conclude that the given number is divisible by 3. അപ്പോൾ ഇപ്പോൾ മൾട്ടിപ്പിൾ അല്ലെങ്കിലോ? മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡിവിസിബിൾ അല്ല. If the sum of digit is not a multiple of 3, which implies the given number is not divisible by 3. എന്ത് ചെയ്യാൻ പറ്റില്ല? ആ നമ്പറിനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ റിമൈൻഡർ 0 കിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിവിഷൻ പോസിബിൾ അല്ല. നമുക്ക് അടുത്ത ഒരു നമ്പർ ചെക്ക് ചെയ്യാം. 98714 ഡിവിസിബിൾ ബൈ 3 ആണോ? എന്ത് ചെയ്താൽ മതി? ഡിജിറ്റിൻ്റെ സം എടുക്കുക. 9 + 8 + 7 + 1 + 4. 9 + 8 17, 17 + 7 24, 25, 29. 29 3യുടെ മൾട്ടിപ്പിളിലുണ്ടോ? ഇല്ല. 30 ആയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ 29 3യുടെ മൾട്ടിപ്പിളിലില്ല. Therefore this number 98714 is not divisible by 3. എനിക്ക് എഴുതാം 98714 is not divisible by 3 എന്ന് എഴുതാം. ഇതാണ് ഡിവിസിബിലിറ്റി ഓഫ് 3. ഓക്കെ, ഡിജിറ്റിൻ്റെ സം എടുക്കുന്നു, മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് നോക്കുന്നു. മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ യെസ്, ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. 3യുടെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നോട്ട് ഡിവിസിബിൾ ബൈ 3. ഓക്കെ, സോ നമ്മൾ 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഇനി നമുക്ക് 4ലേക്ക് പോകാം. ഡിവിസിബിലിറ്റി ഓഫ് 4. ഞാൻ ഒരു നമ്പർ തരുന്നു 576. ലെറ്റ്സ് ടേക്ക് 576. ഈ നമ്പർ 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്നറിയണം. അതിന് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് എടുക്കുക. ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ്, ഈ ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കുക. ഓക്കെ, അതിന് നമ്മൾ നോർമൽ ഡിവിഷൻ തന്നെ ചെയ്യണം. ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുന്നു, ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കുന്നു. 4 1s are 4, 3 റിമൈൻഡർ, 6 താഴെ കൊണ്ടുവരുന്നു, 9s are 36, 0 അല്ലേ? 76, that means the last 2 digit is divisible by 4. 76 divisible by 4 ആണ്. Therefore എനിക്ക് എന്ത് പറയാം?
576 is divisible by 4. So divisibility of 4 എന്താണ്? ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. എന്തെടുക്കണം? ലാസ്റ്റ് 2 ഡിജിറ്റ്. ആ ലാസ്റ്റ് 2 ഡിജിറ്റും 4 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കുക. അതെന്ത് ചെയ്യണം? നോർമൽ ഡിവിഷൻ ചെയ്താൽ മതി. അതിനെന്ത് ചെയ്യുക? നോർമൽ ഡിവിഷൻ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആണോ നോക്കിയാൽ മതി. ദ ഹോൾ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 4 എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു 3 ഡിജിറ്റ് നമ്പറാണ് തന്നത് അല്ലേ? എപ്പോഴും 3 ഡിജിറ്റ് കിട്ടണമെന്നുണ്ടോ? ഇല്ല. ഒരു ഗ്യാരണ്ടി ഇല്ല പരീക്ഷയ്ക്ക് 3 ഡിജിറ്റ് തരണമെന്ന്. പരീക്ഷയ്ക്ക് ഒരു 5 ഡിജിറ്റ് നമ്പർ തന്നു കരുതുക. 982124 6 ഡിജിറ്റ്. എന്നിട്ട് ചോദിക്കുന്നു ഈസ് ഇറ്റ് ഡിവിസിബിൾ ബൈ 4 അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത്? ഇല്ല. ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയേ. ലാസ്റ്റ് 2 ഡിജിറ്റ് 24 ആണ്. 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? 24 എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. The last 2 digit, it is a multiple of 4. Therefore, the whole number is divisible by 4. അല്ലെ, എനിക്ക് എന്ത് പറയാം? This whole number is divisible by 4 എന്ന് പറയാം. The whole number is divisible by 4. വെരിഫൈ ചെയ്യണോ? നമുക്ക് വെരിഫൈ ചെയ്യാം. 9, 8, 2, 1, 2, 4. ഞാൻ എന്ത് ചെയ്യുന്നു? 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 4 2s are 8. 4 2s are 8. 9 minus 8 1. ഇനി 8 താത്തിറക്കി 18. 4 4s are 16. 2 താത്തിറക്കി 4 5s are 20. 2 ഞാൻ 1 താത്തിറക്കി. Again 4 5s are 20. 1 2 ഞാൻ താത്തിറക്കി. അടുത്തത് 4 3s are 12. ഇനി എനിക്ക് 4 താത്തിറക്കി. കാരണം 12 minus 12 0 ആണല്ലോ. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 4 minus 4 0 ആണ്. 12 minus 12 0 ആണ്. ഇനി എന്താണ്? 4 1s are 4. എനിക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 0 എന്ന് കിട്ടി അല്ലേ? ഞാൻ ഇത്രയും ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ജസ്റ്റ് എനിക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ, ഞാൻ ഇത് ചെയ്യാൻ പോയിരുന്നെങ്കിൽ എൻ്റെ 1 മിനിറ്റ് പോയേനെ. 1 മിനിറ്റ് കൂടുതൽ പോയേനെ അല്ലേ? ആ ക്വസ്റ്റ്യൻ വായിക്കാൻ എനിക്കൊരു 30 സെക്കൻഡ് വേണം. ഇതൊക്കെ ഓപ്ഷൻ നോക്കാൻ വേണം. എല്ലാം കൂടെ ഒരു 30 സെക്കൻഡ് വെക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഓപ്ഷൻസ് നോക്കി, എന്നിട്ട് ഈ ഡിവിഷനൂടെ ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് 2 മിനിറ്റ് കഴിഞ്ഞു. 2.5 മിനിറ്റാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി 1/2 മിനിറ്റ് ഉണ്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ. കൺസിഡർ ചെയ്യുക, ഇതിന് ചെറിയൊരു സബ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? 2.5 മിനിറ്റ് ഈ ക്വസ്റ്റ്യൻ തീരുമോ? ഇല്ല. ഇത് ചെയ്യാൻ 1 മിനിറ്റ് എടുത്തു അല്ലേ? പക്ഷെ അതിന് പകരം ഈ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിരുന്നെങ്കിൽ 10 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടിയേനെ. വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4. ഓക്കെ, സോ നോക്കുക, ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. ഇഫ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4, then the whole number is divisible by 4. Okay, the whole number is divisible by 4. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 7 6 1 2 9 2. ഈ നമ്പർ 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. ഓക്കെ, മുമ്പത്തെ 24 ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. 4 6 are 24 അല്ലേ? ഇവിടെ 92 ആണ്. 92 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, കാരണം 4 × 20 എന്ത് കിട്ടും? 80 കിട്ടും. അപ്പോൾ 4 × 21 84 ആണ്. 4 × 22 88 ആണ്. 4 × 23 ചെയ്താൽ 92 കിട്ടും. ടേബിൾ അറിയാവുന്ന ഒരാൾക്ക് ഓക്കെ ആണ്. ഓക്കെ, പക്ഷേ എല്ലാവർക്കും അത്രയും ലെങ്തിൽ ടേബിൾ അറിയണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നോർമലി ഡിവൈഡ് ചെയ്യുക. ഒരു തെറ്റുമില്ല. 92 അല്ലേ, നമുക്ക് പെട്ടെന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. 10-15 സെക്കൻഡ് ആവശ്യമേ ഉള്ളൂ. 92 അല്ലെങ്കിൽ ഒരു മാക്സിമം നമുക്കൊരു 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് ചെയ്ത് മാറാം. 4 എടുക്കുന്നു. 4 2s are 8. 1 2 വരുന്നു. 4 3s are 12. 30 സെക്കൻഡ് പോലും എടുത്തില്ല അല്ലേ? ഡിവിഷൻ ചെയ്തു. 92 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. സോ സിൻസ് 92 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4, ഐ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് the given number is divisible by 4. അല്ലേ? I can conclude that the given number is divisible by 4. Okay, so നമ്മൾ എന്തൊക്കെ പഠിച്ചു? 2ൻ്റെ പഠിച്ചു, 3യുടെ പഠിച്ചു, 4ൻ്റെ പഠിച്ചു. ഓക്കെ, ഇനി 5ൻ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5ൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇഫ് എ നമ്പർ ends in 0 or 5, ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ആ നമ്പർ 5 വെച്ച് ഡിവിസിബിൾ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ ആ നമ്പർ 5 വെച്ച് ഡിവിസിബിൾ ആണ്. സോ ഇഫ് എ നമ്പർ ends with 5 or 0,
then the number is divisible by 5. Or if the unit digit of a number is 0 or 5, endu parayam, you can say that the number is divisible by 5 ennu parayam. Okay, so 2 inde padichu nammal, if the number ends in 0, 2, 4, 6 or 8, the number is divisible by 2. 3 ide padichu, if the sum of digits is a multiple of 3, then the number is divisible by 3. നമ്മൾ 4 ന്റെ പഠിച്ചു, if the last 2 digit is a multiple of 4, then the whole number is divisible by 4. 5 ന്റേത് പഠിച്ചു, if a number ends with 0 or 5, അല്ലെങ്കിൽ if the unit digit of a number is 0 or 5, then the number is divisible by 5. Okay, so ഇനി നമുക്ക് ഏതൊക്കെ ഡിവിസിബിലിറ്റി ഉണ്ട്? 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 11, 12 and 13. Okay, we will discuss the rest in the next session. Okay, so thank you everyone.